ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡാഷ്ബോർഡ് അഴിച്ചിട്ട് ഇവാപ്പറേറ്റർ മാറാനായിട്ട് കിട്ടിയിരിക്കുന്നത് റിനോൾട്ടിൻ്റെ കിഡ് എന്നുള്ള വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്, എയർ ബാഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് അഴിക്കണം, എന്നിട്ട് വേണം അതിനുള്ളിലാണ് നമ്മുടെ ഇവാപ്പറേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ സ്റ്റീരിയോൻ്റെ പാനൽ അഴിച്ചെടുക്കണം. ഞാൻ ഓൾറെഡി അഴിച്ച് വെച്ചിട്ടുള്ളതാണ്. തൊട്ടാൽ പോരുന്ന സാധനമല്ല, കുറച്ച് നമ്മൾ വലിച്ചാലേ പോരുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റീരിയോ അഴിച്ചെടുക്കണം. പിന്നെ ഈ സെൻറ്റർ കൺസോൾ, ഈ സാധനം അഴിച്ചെടുക്കാനുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ കവറ്, സ്റ്റിയറിങ് വീല്, മീറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ കാണുന്നതെല്ലാം അഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കാം. വീഡിയോ ലെങ്ത്തായി പോകും, അതുകൊണ്ട് ചിലതൊക്കെ വിട്ടിട്ടാകും കാണിക്കുക. നമ്മൾ അഴിച്ചതിന് ശേഷമായിരിക്കും കാണിക്കുക. അപ്പോൾ നമുക്ക് അഴിക്കാൻ തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. നമ്മളിത് സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ അഴിച്ചു. ഈ സ്റ്റീരിയോൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചു വെച്ചതാണ്. നമുക്ക് സ്റ്റീരിയോ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നമുക്ക് എ സിയുടെ സ്വിച്ച് അഴിക്കാനുള്ള പരിപാടിയിലാണ്. എ സിയുടെ സ്വിച്ച് അഴിക്കാൻ ഇതിലെല്ലാം വരുന്നത് അല്ലങ്കി ബോൾട്ടുകളാണ്, സ്ക്രൂകളാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ബാക്കിലേക്ക് തള്ളി വെച്ചാൽ മതി. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഈ വലിയ പാനൽ അഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, സ്വിച്ചുകളെല്ലാം കൂടിയിട്ട്. നമ്മൾ ക്യാമറ പിടിക്കുന്നതും അഴിക്കുന്നതും ഒരാൾ തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ചില സ്ക്രൂകളൊക്കെ ചിലപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റിൽ അഴിച്ചെടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് അഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ബാക്കിലോട്ട് അങ്ങോട്ട് തള്ളി വെച്ചാൽ മതി. പിന്നീട് നമുക്ക് വലിയ പാനൽ അയച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഈ സൈഡിൽ വരുന്ന ഈ ട്രിമ്മുകളും കാര്യങ്ങളൊക്കെ, പില്ലറിൻ്റെ ട്രിമ്മുകളെല്ലാം അഴിച്ചെടുക്കണം. 2 സൈഡിലുണ്ടാവും. പിന്നെ അതിൻ്റെ ശേഷം ഈ ഗ്ലോ ബോക്സിനകത്തായിട്ട് ഒരു ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ ബോൾട്ടിൽ അഴിച്ചിട്ട് നമ്മൾ ഈ സ്റ്റിയറിങ് അഴിച്ചെടുക്കണം. നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ കവറ് അഴിച്ചെടുക്കണം. 3 സ്ക്രൂകളാണ് വരുന്നത്, സൈഡിലും പിന്നെ ഒന്ന് താഴെയായിട്ട് 3 സ്ക്രൂകളാണ് അതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ക്രൂകൾ അഴിച്ചിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ കവർ ഊരിയെടുക്കണം. സ്റ്റിയറിങ്ങിൻ്റെ കവർ ഊരിയിട്ട് നമുക്ക് ഈ സ്വിച്ച് അസംബ്ലി നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. സ്വിച്ച് അസംബ്ലിയുടെ കപ്ലറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിനടിയിലായിട്ട് ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ സാധാരണ കൂളൻറ്റിൻ്റെ പൈപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്ലിപ്പാണ്. നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ചെറിയൊരു ലോക്കും വരും, അത് ഊരിയെടുത്തിട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് സ്പീക്കറിൻ്റേതായിട്ടുള്ള ഒരു കവറുണ്ട്. ആ സ്പീക്കറിൻ്റെ കവർ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തത് അതിനകത്തൊരു 10 mm ഒരു ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്പീക്കർ അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ അടിയിൽ നിന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒഴിവാക്കിയാൽ മതി സ്പീക്കറിൻ്റെ കണക്ഷനെല്ലാം. സ്പീക്കറിൻ്റെ അടിയിൽ കൂടെ കൈയിട്ട് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും, കപ്ലർ മാത്രം. മറ്റേതായി അഴിക്കുമ്പോൾ സ്ക്രൂ അഴിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഹിന്ദിക്കാരുടെ വീഡിയോയിൽ കണ്ടത് അങ്ങനെയാണ്. അവർ സ്പീക്കറെല്ലാം അയച്ചു വെക്കുന്നുണ്ട്, അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ നമുക്ക് കപ്ലർ അടിയിൽ കൂടെ കൈയിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് മീറ്ററിൻ്റെ കവർ ഊരിയെടുക്കണം. മീറ്ററിൻ്റെ കവർ വലിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് ആണ്, അത് ഊരി ഇങ്ങ് പോരും. അത് കഴിഞ്ഞാലായിട്ട് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് 3 സ്ക്രൂകൾ വരുന്നുണ്ട്. സ്ക്രൂകൾ അയച്ചിട്ട് കപ്ലർ കണക്ഷൻ പിടിച്ചിട്ട് മീറ്റർ റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ഇങ്ങനെ പീസായിട്ട് അയച്ചെടുക്കുന്ന ടൈപ്പാണ്. ഇത് നിസാൻ അങ്ങനത്തെ മോഡലുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പീസായിട്ട് അയച്ചെടുക്കണം. അതല്ലാതെ മൊത്തത്തിൽ ഡാഷ്ബോർഡായിട്ട് ഇങ്ങ് പോരില്ല. അപ്പോൾ നമ്മളിങ്ങനെ പീസായിട്ട് അയച്ചെടുത്തുകൊണ്ടിരിക്കണം. വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്, വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ മീറ്ററിൻ്റെ അഴിച്ചെടുക്കണം. മീറ്ററിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതൊരു ചെറിയൊരു ആംഗിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിക്കണം. എന്നിട്ട് നമ്മൾ 2 കണക്ഷൻസ് ഊരി മീറ്റർ ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ടൊരു 10 mm ബോൾട്ട് വരുന്നുണ്ട്. 10 mm ബോൾട്ട് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വരുന്നുണ്ട്, സൈഡുകളിൽ, സെൻറ്ററിൽ, അവിടെ സ്റ്റീരിയോൻ്റെ ബാക്കിൽ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം അഴിച്ചെടുക്കണം. എന്നിട്ട് അഴിച്ചെടുത്തതിന് ശേഷം പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിങ്ങുകളൊക്കെ ചിലത്
നമ്മൾ ഈ പാനലിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാകും. അത് അഴിച്ചെടുക്കണം. ഇപ്പോൾ ക്ലിപ്പൊക്കെ അഴിച്ചെടുത്ത് നമ്മൾ ഈ ഡാഷ്ബോർഡ് പതുക്കെ ഈ പാനൽ മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ 3 പീസായിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക. ഈ പാനൽ, പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ചേസ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂളിംഗ് യൂണിറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് ഈ കാണുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ചേസാണ്. അപ്പോൾ സാധാരണ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് 2 സൈഡിലായിട്ട് ഡാഷ്ബോർഡിൻ്റെ 2 സൈഡിലായിട്ട് ബോൾട്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പായിട്ടാണ് വരിക. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് സ്റ്റിയറിങ്ങിനെ താഴോട്ട് ചാരി വെക്കണം. അപ്പോൾ അതിനായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ കണക്ഷൻസ്, സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ വരുന്ന കണക്ഷൻസ് ഉണ്ടായിരിക്കും, പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ കണക്ഷൻസ്, അങ്ങനത്തെ കണക്ഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബോൾട്ടുകൾ ലൂസ് ചെയ്യല്ല, അഴിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വന്നിരിക്കുന്നത് 10 mm 4 ബോൾട്ടുകളാണ്. സാധാരണ മറ്റു വണ്ടികളിലൊക്കെ ചിലപ്പോൾ 12, 13 അങ്ങനെ പല അളവിലുള്ള ബോൾട്ടുകളും വരും. അപ്പോൾ ഈ 10 mm 4 ബോൾട്ടുകൾ അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് താഴെയായിട്ട് വെച്ചാൽ മതി. ഫുള്ളായിട്ട് ഊരിയെടുക്കൊന്നും വേണ്ട, നമുക്ക് ഇതുപോലെ നിലത്ത് ലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ചേസാണ് അഴിക്കാനുള്ളത്. ഈ ചേസും കൂടി റിമൂവ് ചെയ്താലേ നമ്മളെ കൂളിംഗ് യൂണിറ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഈ വണ്ടിക്ക് വരുന്നത് 13-ൻ്റെ ഈ സൈഡിൽ 2 ബോൾട്ടും ഒരു നെട്ടും. നെറ്റ് ലൂസ് ചെയ്താലും കുഴപ്പമില്ല, അത് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെ അങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലായിട്ടൊരു ബോൾട്ടും, പിന്നെ ആ സൈഡിലായിട്ട് ഒരു ബോൾട്ടും ഒരു നെട്ടും. ഇതെല്ലാം അഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചേസ്, അതിൻ്റെ മുകളിലത്തെ വയറിംഗ് കണക്ഷൻസ് കൂടി റിമൂവ് ചെയ്യണം കേട്ടോ. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ കൂളിംഗ് യൂണിറ്റാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇവാപ്പറേറ്റർ വരുന്നത്. അപ്പോൾ അതഴിക്കുന്നതിന് മുന്നേ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് അപ്പുറത്തുനിന്ന് എൻജിൻ റൂമിൽ ഇതിന് 2 കണക്ഷൻസാണ് വരുന്നത്. നമ്മുടെ AC-യുടെ പൈപ്പ് പിടിപ്പിക്കുന്ന എക്സ്പാൻഷൻ വാൽവിലോട്ട് വരുന്ന 2 പൈപ്പിൻ്റെ കണക്ഷനും, പിന്നെ കൂളൻറ്റിൻ്റെ 2 കണക്ഷനും. അതായത് നമ്മളെ ഹീറ്ററിൻ്റെ കൂളൻ്റാണിത്, അതിൻ്റെ പൈപ്പാണിത്. നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് ഹീറ്റ് ഇടുമ്പോൾ ഹീറ്റ് വരണമെങ്കിൽ അതിനകത്തേക്ക് കൂളൻ്റ് റീസർക്കുലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ആ ഹീറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 പൈപ്പുകളുണ്ട്, അത് രണ്ടും അഴിച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് AC-യുടെ എക്സ്പാൻഷൻ വാൽവിലേക്ക് വരുന്ന പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് 10 mm ബോൾട്ടാണ്. അത് റിമൂവ് ചെയ്തതിന് ശേഷം പൈപ്പ് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ പൈപ്പും പോരും. അങ്ങനെ ഈ 2 കണക്ഷനും ഊരിയ ശേഷം നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ കൂളിംഗ് യൂണിറ്റ് മേലെ വരുന്ന വയറിങ്ങിൻ്റെ ക്ലിപ്പിങ്ങുകൾ ഉണ്ടായിരിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ബ്ലോവറിൻ്റെ കണക്ഷൻ ഉണ്ടാവും, റെസിസ്റ്ററിൻ്റെ കണക്ഷൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ തെർമിസ്റ്ററിൻ്റെ കണക്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ കണക്ഷൻസ് ഊരാം. പിന്നെ ഈ സ്വിച്ചിൻ്റെ കാര്യം, അതിന് മുന്നൊരു കാര്യം കേട്ടോ, ഇത് എലി നന്നായിട്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എലി കയറൽ AC-ക്ക് നല്ല പണി തരുന്നൊരു കാര്യം തന്നെയാണ്, എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എലി കയറിയിട്ടുണ്ട്, സ്പോഞ്ചെല്ലാം കടിച്ച് തിന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്തൊക്കെയോ മാസ്കോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ അഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കണക്ഷൻസ് ഊരിയിടാം. അഴിച്ചില്ലെങ്കിലും നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സ്വിച്ച് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് യൂണിറ്റ് പുറത്തോട്ട് അഴിച്ചെടുക്കാം. ഇതിനകത്ത് എലി കയറിയിട്ട് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ എലി കയറാതിരിക്കാനുള്ള പരിപാടി നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കവറ് സ്ക്രൂകൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവാപ്പറേറ്റർ ഇരിക്കുന്ന കേസിൻ്റെ അടിഭാഗമാണ്, അതങ്ങ് ഊരിയെടുത്താൽ കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ വേണ്ട. എലി എന്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത്, കവറ്, മാസ്ക്, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ കയറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനകത്തൊരു നെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എലി ഇനി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് കാണിക്കുന്നത് നമുക്കറിയില്ല. കാരണം അവിടെ ഒരു ചെറിയൊരു കഷ്ണം നെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എലി കയറാതിരിക്കാൻ കസ്റ്റമർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ എന്നൊക്കെ ലോക്കലി പറയുന്ന സാധനം. അപ്പോൾ ഇനി അതിൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന AC ഫിൽറ്ററാണ്, നമ്മൾ റിമൂവ് ചെയ്യും, എന്നിട്ട് പുതിയത് ഇട്ട് കൊടുക്കും. അപ്പോൾ കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന സാധനം ഇതാണ്. നമുക്കിത് ഒന്ന് ലീക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എയർ അടിച്ച് കയറ്റി ലീക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ താഴ്ന്ന് കണ്ട് ബബിൾസ് വരുന്ന ആ ഭാഗത്താണ് ലീക്ക് വരുന്നത്.
നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഇത് എയർ ലീക്ക് ടെസ്റ്റൊക്കെ ചെയ്താണ്. ഇത് ഇങ്ങനെ അല്ലാതെ പുറത്ത് വെച്ച് ചെയ്താണ്. പക്ഷേ അത് നമുക്ക് ഈ ഡാഷ്ബോർഡിനകത്ത് വരുന്ന യൂണിറ്റ് ഇത്രയും മൈന്യൂട്ട് ലീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കസ്റ്റമറോട് പറയേണ്ടത് തൽക്കാലം ഗ്യാസ് അടിച്ച് പോയതാണ്. അപ്പോൾ വീണ്ടും ലീക്കായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഡാഷ്ബോർഡ് അയച്ച് നോക്കാനുള്ള പരിപാടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്തായാലും ലീക്കാണ്. നമ്മൾ ഈ സാധനം വന്നിട്ട് വേണം, ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയത്തിന് ശേഷം വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആ യൂണിറ്റിൽ എലി കയറാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു നെറ്റ് കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് ആ യൂണിറ്റിൻ്റെ മേലെയായിട്ട് പുറത്തുനിന്ന് എയർ വരുന്ന ഭാഗത്താണ്, അതിലൂടെയാണ് എലി കയറുക. അപ്പോൾ ആ ഭാഗത്ത് നമുക്കൊരു നെറ്റ് വെച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതൊരു വൃത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും എലി കയറും, പിന്നെ വയറിങ്ങുകൾ കാര്യങ്ങളെല്ലാം കടിക്കും. പിന്നെ അതിനകത്ത് ഓരോ വേസ്റ്റുകൾ കൊണ്ടുവച്ചിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു നെറ്റിൻ്റെ കഷ്ണം വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വണ്ടികൾ അഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഓട്ടോമൊബൈൽ കമ്പനിക്കാർ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു നെറ്റിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് എലി കയറാതിരിക്കാൻ വളരെ ഉപകാരമായിരിക്കും കസ്റ്റമറിന്. നമുക്ക് ജസ്റ്റ് എയർ കയറാനായിട്ട് ഈ ചെറിയൊരു ഗ്യാപ്പ് പോരെ, ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ എലി സുഖമായിട്ട് അതിനകത്തോട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവാപ്പറേറ്റർ വന്ന് പുതിയതെല്ലാം കയറ്റി. ഇനിയെല്ലാം പഴയ പോലെ തന്നെയാണ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.